So today we are moving with shortcut method of arithmetic mean. Last class we studied the direct method in three different cases. That is, if only x values have been given to you, we call it as what? Individual series. If f and x has been given, then it is discrete series, and interval is given, it is continuous series. So our direct method formula വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചത്. എന്തായിരുന്നു direct method formula? X മാത്രം തരുമ്പോൾ it is just taking the sum sigma x by n. If f and x has been given, that is known as discrete series. In such situations, it is sigma fx by sigma f. Continuous series you are using the same formula. Only thing you have to identify the mid value of the class interval in order to get the x value. ഇത്ര വെച്ചിട്ട് നമ്മൾ ചെയ്ത സെയിം പ്രോബ്ലം തന്നെ we can check with shortcut method whether we are getting the same answer or not. അപ്പോൾ ഷോർട്ട് കട്ട് മെത്തേഡാണ് ഇന്നത്തേത്. അപ്പോൾ ഷോർട്ട് കട്ട് മെത്തേഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫോർമുലയിൽ ഒരു ചെറിയ വ്യത്യാസം വരും. അപ്പോൾ ഫോർ യുവർ ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് നോട്ട് മേ നോട്ട് ബി സ്പെസിഫൈഡ് വിച്ച് മെത്തേഡ്. ക്വസ്റ്റ്യൻ കാണുന്ന അനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ അതായത് വലിയ ഫിഗേഴ്സൊക്കെ വന്നാൽ ഇറ്റ്സ് ഈസി ടു കാൽക്കുലേറ്റ് വിത്ത് ഷോർട്ട് കട്ട് മെത്തേഡ്. അതുകൊണ്ടാണ് അതുകൂടി പഠിപ്പിച്ചു തരുന്നത്. ഇറ്റ്സ് നോട്ട് നെസസറി ദാറ്റ് യു ഹാവ് ടു ഡു ദിസ് മെത്തേഡ് കമ്പൽസറി. അപ്പോൾ ഇതാണ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ ഡി എക്സ് ബൈ എൻ. ഡി എക്സ് സ്റ്റാൻഡ് ഫോർ ഡീവിയേഷൻ. ഓരോ എക്സ് വാല്യൂയും തമ്മിൽ നിന്ന് ഡീവിയേഷനാണ്. സോ ഡയറക്ട്ലി വി ക്യാൻ ഗോ ടു ദ പ്രോബ്ലം. ഇത് നമ്മൾ ചെയ്ത ഫസ്റ്റ് പ്രോബ്ലം തന്നെയാണ്. സോ ഐ എം ജസ്റ്റ് റീറൈറ്റിംഗ് ഇറ്റ് ആസ് ഇൻ ദ ടേബിൾ ഫോം. റോൾ നമ്പർ, marks is your x value. Okay, 1 2 3 4 5 6 7 8 9 and 10. Here the values are 40 50 30 60 70 80 40 50 60 and 90. ഇനി വേണ്ടത് ഡി ആണ്, ഡീവിയേഷൻ്റെ ഡി. ഓക്കെ, ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എ എന്ന് പറയും. ഈ എ എന്ന് പറഞ്ഞാൽ അസ്യൂംഡ് മീനാണ്. അസ്യൂംഡ് മീൻ എന്ന് വെച്ചാൽ ഈ തന്നിരിക്കുന്ന എക്സ് വാല്യൂവിൽ ഏതെങ്കിലും ഒരു മിഡിൽ വാല്യൂ നിങ്ങൾക്ക് എ ആയിട്ട് എടുക്കാം. ഇപ്പോൾ കൃത്യമായിട്ട് നടുക്കുണ്ടെങ്കിൽ ഇപ്പോൾ ഹൗ മെനി അത് 1 2 3 4 5 6 7 8 9 10 ആയതുകൊണ്ട് തന്നെ 70 80 ആണ് വന്നിരിക്കുന്നത്. അതിൽ ഇഷ്ടമുള്ള ഒരാളെ നിങ്ങൾക്ക് മിഡിൽ വാല്യൂ ആയിട്ട് എടുത്തിട്ട് അതിനെയാണ് എ എന്ന് പറയുന്നത്, എ വാല്യൂ. ഇനി എന്ത് ചെയ്യണം? ഓരോ എക്സ് വാല്യൂവും ഇതിൽ നിന്നും എത്രമാത്രം ഡീവിയേറ്റഡ് ആണെന്നുള്ളത് കണ്ടുപിടിക്കുന്നതാണ് ഡി എക്സ്. കണ്ടോ, ഡീവിയേഷൻ ഓഫ് എക്സ് ഇസ് നോൺ ആസ് ഡി എക്സ്. സോ 40 minus 70 it is minus 30. 50 minus 70 it is minus 20. 30 minus 70 minus 40, that is minus 10 from 60. 70 minus 70 it is 0. 80 minus 70 it is positive 10. Then minus 30, minus 20, minus 10, and finally it is plus 20. ഇനി എന്ത് ചെയ്യണം? ആരുടെ സമ്മ വേണ്ടത്? ഡി എക്സിൻ്റെ സം. സോ യു മസ്റ്റ് ആഡ് ദിസ് ഡി എക്സ് വാല്യൂ. കൺസിഡർ ദ സൈൻ ടു. ഇപ്പോൾ സൈൻ കുറച്ചൊരു പോസിറ്റീവ് ഉണ്ട്, കുറച്ചൊരു നെഗറ്റീവ് ഉണ്ട്. വാട്ട് യു ടു ഡു ഹിയർ ഇസ് ആഡ് ഓൾ ദ നെഗറ്റീവ്സ് ഫസ്റ്റ്. അപ്പോൾ നെഗറ്റീവ്സ് എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും എന്താ കിട്ടുന്നത്? ഇറ്റ് ഈസ് 150. ആ 150യിൽ നിന്ന് ഇറ്റ് ഈസ് 160. 160യിൽ നിന്നും ദ പോസിറ്റീവ് വാല്യൂ 20 പ്ലസ് 10 30 കുറയ്ക്കുമ്പോൾ എന്താ കിട്ടുക? ഇറ്റ് ഈസ് മൈനസ് 130 കേട്ടോ. അപ്പോൾ നെഗറ്റീവും പോസിറ്റീവും സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്യുക, ശേഷം അത് സബ്ട്രാക്ട് ചെയ്തിട്ട് ബിഗർ നമ്പർ സൈൻ ഇടുക. സോ വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ ആസ് വാട്ട്? മൈനസ് 130. നൗ യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദ ഫോർമുല എക്സ് ബാർ ഇസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ ഡി എക്സ് ബൈ എൻ എന്നാണ് ഫോർമുല. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ നമ്മുടെ അസ്യൂംഡ് മീൻ വാട്ട് ഇറ്റ് ഈസ് 17. ടോട്ടൽ ഓഫ് ഡി എക്സ് ഇസ് വാട്ട്? ഇറ്റ് ഈസ് മൈനസ് 130 ബൈ ഹൗ മെനി ആർ ദർ? ഇറ്റ് ഈസ് 10 അല്ലേ. അപ്പോൾ എന്താ വരിക? 70 പ്ലസ് ഇൻറ്റു മൈനസ് മീൻസ് ഇറ്റ്സ് മൈനസ് 130 ബൈ 10 എന്ന് പറയുമ്പോൾ 13. ഇത് മാത്രമാണ് ഡിവൈഡ് ചെയ്യുന്നത് കേട്ടോ. 70 minus 13 60 it is 57, which is the same answer what you got in the first problem. Same problem ഞാൻ ഡയറക്റ്റ് മെത്തേഡ് ചെയ്തപ്പോഴും we got the same answer. ഇത്രയേ ഉള്ളൂ അപ്പോൾ ഷോർട്ട് കട്ട് മെത്തേഡ്. അപ്പോൾ നമുക്ക് ഡിസ്ക്രീറ്റ് സീരീസ് അടുത്തത് നോക്കാം. നെക്സ്റ്റ് ഇസ് ദ ഡിസ്ക്രീറ്റ് സീരീസ് കേസ്. അപ്പോൾ അവിടെ ഷോർട്ട് കട്ട് മെത്തേഡിന് നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് പഠിച്ച അതേ ഫോർമുല വെച്ച് എ പ്ലസ് എന്നുള്ള രീതിയിലാണ് ഷോർട്ട് കട്ട്. അസ്യൂംഡ് മീനിൻ്റെ ഹെൽപ്പിലൂടെയാണ് ചെയ്യുന്നത്. എ പ്ലസ് വെനെവർ യു ഹാവ് എ ഫ്രീക്വൻസി വാല്യൂ. ഡിസ്ക്രീറ്റ് എന്ന് പറയുന്നത് എഫ് വരുമ്പോഴാണല്ലോ. അപ്പോൾ എഫ് വന്നാൽ എക്സ് കൊണ്ട് നമ്മൾ എഫിനെ മൾട്ടിപ്ലൈ ചെയ്തേ ഡയറക്റ്റ്ലി. അതേപോലെ തന്നെ ഡീവിയേഷനാണ് ഇവിടെ എഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ആൻഡ് ഡിവിഷൻ എഫ് ഉണ്ടെങ്കിൽ എപ്പോഴും താഴെ എൻ അല്ല, ഇറ്റ് ഈസ് സിഗ്മ എഫ്. അപ്പോൾ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് സംടൈംസ് യു ക്യാൻ സീ ഇറ്റ് ആസ് ക്യാപിറ്റൽ എൻ. ക്യാപിറ്റൽ എൻ സ്റ്റാൻഡ് ഫോർ എഫ് ഫ്രീക്വൻസി ടോട്ടൽ ഇറ്റ്സെൽഫ്. But again, I took the same problem what we did in the direct method. That is your second problem. Income and number of persons.
അപ്പോൾ അത് ഞാൻ വീണ്ടും, അപ്പോൾ ഇൻകം ഇസ് വാട്ട്, what is your x value, number of എന്ന് പറയുന്നതാണ് ഫ്രീക്വൻസി. സോ നോട്ട് ഇറ്റ് ഡൗൺ ആസ് x ആൻഡ് f. 220, 250, 300, 370, 450 and 500. And your frequencies are 5, 10, 15, 7, 3 and 10. ഇനി എന്താ വേണ്ടത്? എ കാണണം. എ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരാളെ നടുക്ക് ഉള്ള ആളിനെ എ എന്ന് പറയുന്നത് എക്സിലാണ് കേട്ടോ. ഇറ്റ്സ് നോട്ട് ഇൻ ദ ഫ്രീക്വൻസി, എക്സിൽ. അപ്പോൾ മിഡിൽ വാല്യൂ എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം വന്നിട്ടുണ്ട്. അതിൽ ഇഷ്ടമുള്ളത് ഞാനിപ്പോൾ 300 ആണ് എടുക്കുന്നത് എ ആയിട്ട്. ഇനി എന്ത് ചെയ്യണം? ഡി എക്സ് കാണാം. ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എക്സ് മൈനസ് എ. ഓക്കെ, എക്സ് മൈനസ് എ. അപ്പോൾ 220 മൈനസ് 300, ഇറ്റ് ഈസ് മൈനസ് 80, മൈനസ് 50, 250 മൈനസ് 300, ഇറ്റ് ഈസ് 0. 370 minus 100, positive 70, 450 minus 300, 150, and finally it is 200. And no need to add, take the sum of dx because we require f dx total. അപ്പോൾ എന്താ വേണ്ട? അഡീഷണൽ ഒരു കോളം കൂടി വേണം. f into dx into ചെയ്യുക, അതിൻ്റെ സമ്മാണ് വേണ്ടത്, നോട്ട് ഹിയർ. f into dx means multiplying the second and third column. Minus 400, minus 500, 0, 490, 450 and 2000. ഇവിടെ നിങ്ങൾ സം എടുക്കുക. ഇവിടെയും പോസിറ്റീവ്സ് എല്ലാം ആഡ് ചെയ്യുക, ശേഷം നെഗറ്റീവ്സ് എല്ലാം ആഡ് ചെയ്യുക. രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ദ റിസൾട്ട് ഇസ് 2040, which is positive because അതിൻ്റെ പോസിറ്റീവ് വാല്യൂ ആണ് കൂടുതൽ വന്നിരിക്കുന്നത്. Now you can substitute in the formula of x bar is equal to a plus sigma f dx by sigma f. That is, what is your a value? Mid value it is 300. a നമ്മൾ അസ്യൂം ചെയ്തത് 300 അല്ലേ? f dx ടോട്ടൽ എത്രയാണ് വന്നത്? 2040 ഡിവൈഡഡ് ബൈ എഫ് ടോട്ടൽ, ഫ്രീക്വൻസി ടോട്ടലും കൂടി ആഡ് ചെയ്യുക. എന്താ നിങ്ങൾക്ക് കിട്ടുന്നത്? ഇറ്റ് ഇസ് 50. സോ 2040. പ്രത്യേകം ശ്രദ്ധിക്കുക, ചില കുട്ടികൾ എൻറ്റയർ പോർഷനെ ഡിവൈഡഡ് ബൈ 50 ചെയ്യും. ഇറ്റ്സ് നോട്ട് ഇൻ ദാറ്റ് കേസ്. 2040 ബൈ 50 ആണ് കേട്ടോ. 300 പ്ലസ് 2040 ബൈ 50 എത്രയാണ് കിട്ടുന്നത്? ഇറ്റ് ഇസ് 40.8. സോ ദ റിസൾട്ട് ഇസ് ദ സെയിം വാല്യൂ what you got in the direct method, that is 340.8. You just check കറക്റ്റ് ആണോ കിട്ടുന്നത് എന്നുള്ളത് നോക്കുക. Okay, now one more problem of continuous series കൂടി shortcut method നമുക്ക് ചെയ്തിട്ട് stop ചെയ്യാം. Last type of series, that is continuous series. There also we are using the same formula of the second type, that is discrete series. What is the formula? X bar is equal to a plus sigma f dx by sigma f itself. പക്ഷേ we don't have the x value here because it has been given as an interval form. So direct method ചെയ്ത പോലെ തന്നെ first you have to get the middle value of the class interval as x. After that you must take the deviation. So move into the table, class interval, and the number of students will be your f value, frequency 0 to 10, 10 to 20, 20 to 30, 30 to 40, and finally 40 to 50. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, കണ്ടിന്യൂസ് ആണോ കണ്ടോ? 10 ഏത് ലിമിറ്റിലാണ് എൻഡ് ചെയ്യണത് അത് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഇത് ഞാൻ അന്നും പറഞ്ഞതാണ്. Now get the x value from the class interval, the middle value 0 plus 10 divided by 2 plus 5. അല്ലെങ്കിൽ നടുക്കത്തെ വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്താലും മതി, ആഡ് ചെയ്യണമെന്നില്ല. പക്ഷെ വേറെ വല്ല ഇടയിലുള്ള 10 അല്ലാത്ത ഡിജിറ്റ്സ് വന്നാൽ ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2. ഫോർ എക്സാമ്പിൾ 5 to 9, 9 രണ്ടും കൂടി ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 2, 45. ഇനി എന്ത് വേണം? എക്സിൻ്റെ ഡി എക്സ് കാണണ്ടേ? ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് മൈനസ് എ. അപ്പോൾ എ വേണം. എ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മിഡിൽ വാല്യൂ എക്സിൽ, അതായത് കറക്റ്റായിട്ടൊരു മിഡിൽ വാല്യൂ ഉണ്ടല്ലേ, 25. ഡീവിയേഷൻ എടുക്കുക. 5 minus 25 plus minus 20, minus 10, 0, 10 and 20. ഇനി എഫ് ഡി എക്സ് കാണാം. മൈനസ് 100, മൈനസ് 30, 0, 250 ആൻഡ് 400. ഇനി എഫ് ഡി എക്സ് ടോട്ടൽ വേണം. എഫ് ഡി എക്സ് ടോട്ടൽ എത്രയാണ് വരുന്നത്? മൈനസ് 100, 200, 250 ആൻഡ് 400. ഇറ്റ് ഈസ് 520. പോസിറ്റീവ്സും നെഗറ്റീവ്സും സെപ്പറേറ്റ് ആഡ് ചെയ്യുക, ശേഷം നെഗറ്റീവ് വാല്യൂ മൈനസ് ചെയ്യുക. ഇനി എഫിൻ്റെ ടോട്ടൽ വേണം. ഇറ്റ് ഈസ് 60. ഇനി ഫോർമുലയിലോട്ട് എക്സ് ബാർ ഇസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി എക്സ് ബൈ സിഗ്മ എഫ്. അതായത് എ എന്താ? മിഡിൽ വാല്യൂ 25 അല്ലേ? 25 പ്ലസ് എഫ് ഡി എക്സ് ടോട്ടൽ ഇറ്റ് ഈസ് 520 ബൈ 60. അപ്പോൾ എന്താ വരിക? 25 പ്ലസ്
That is 8.6, which is the same answer what you got in the direct method. It is 33.66. അല്ല ഈ ആൻസർ തന്നെ കിട്ടിയത്. അപ്പോൾ ഇതാണ് ഷോർട്ട് കട്ട് മെത്തേഡ്. അപ്പോൾ ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പഠിച്ചോളൂ. ഇനി ഒരു മെത്തേഡോട് ഉണ്ട്, സ്റ്റെപ്പ് ഡീവിയേഷൻ. അത് നമുക്ക് വഴിയെ പഠിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അരിത്മാറ്റിക് മീനിൻ്റെ 2 കേസസും കഴിഞ്ഞു. ഇനി ഇതിൻ്റെ സ്പെഷ്യൽ കേസസ് ഒക്കെയാണ്. കമ്പൈൻഡ് മീൻ, വെയ്റ്റഡ് മീൻ, കറക്ഷൻ ഇൻ മീൻ കേസസ് ഒക്കെ കഴിയുമ്പോൾ മീൻ കംപ്ലീറ്റ് ആവും. പിന്നെ മീഡിയനും മോഡും. Okay, that's all for today. Thank you.